ഹലോ എവരിവൺ, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് സ്വാഗതം. ഇന്ന് ഇംഗ്ലീഷ് വൊക്കാബുലറിയുടെ ഭാഗമായിട്ട് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ടോപ്പിക്കിൻ്റെ പ്രത്യേകത, ഇംഗ്ലീഷിൽ വലിയൊരു പദം പറയുന്നതിന് പകരമായിട്ട് ഒറ്റൊരു വേർഡ് ഉപയോഗിക്കാൻ കഴിയും. അതാണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ വലിയൊരു സെൻറ്റൻസിന് പകരമായിട്ട് നമുക്ക് ഒരൊറ്റ വേർഡ് യൂസ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഈശ്വര വിശ്വാസമില്ലാത്ത ഒരാൾ എന്ന് പറയുന്നതിന് പകരം നമുക്ക് നിരീശ്വരവാദി എന്ന് പറയാമല്ലോ. അതേപോലെയാണ് ഇംഗ്ലീഷിലും വൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ് എന്നതൊരു പകരമായിട്ട് എത്തീസ്റ്റ് എന്ന് പറയാൻ കഴിയും. ഇത്തരത്തിൽ ഒരു വലിയ സെൻറ്റൻസിന് പകരമായി ഒരൊറ്റ വേർഡ് ഉപയോഗിക്കാൻ കഴിയുന്ന ഒട്ടനവധി സന്ദർഭങ്ങളുണ്ട്. അതിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ള, PSC ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക്ക് പഠിക്കാൻ ആരംഭിക്കുകയാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ PYQs ആണ്. ഈ തരുന്നതെല്ലാം PYQs ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ തന്നിരിക്കുന്നതെല്ലാം PYQs ആണ്. അപ്പോൾ ചോദ്യങ്ങൾ എങ്ങനെ വരും എന്നത് കൂടി നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ടായിരിക്കും ചോദിക്കുക. ഇവിടെ കണ്ടില്ലേ, ഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എ പേഴ്സൺ ഹു ഹെൽപ്പ് ഓതേഴ്സ്, ഒരു വ്യക്തി മറ്റൊരാളെ സഹായിക്കുന്നു. എസ്പെഷ്യലി, പ്രത്യേകിച്ച് ത്രൂ ചാരിറ്റബിൾ വർക്ക്സ്, ചാരിറ്റിയിലൂടെ, ഓർ ഡൊണേഷൻസ്, അല്ലെങ്കിൽ ഡൊണേഷൻസ് ധർമ്മം നൽകുന്നതിലൂടെ, ഡൊണേഷൻസ് ഓഫ് മണി, പണം ധർമ്മം നൽകുന്നതിലൂടെയോ, ആതുര സേവനം, ചാരിറ്റിയിലൂടെയോ ഒരാൾ മറ്റൊരാളെ സഹായിക്കുന്നു. അങ്ങനെ സഹായിക്കുന്ന വ്യക്തിക്ക് നമ്മൾ പറയുന്ന പേര്, അയാൾക്ക് നമ്മൾ പറയുന്ന പേര് ഫിലാൻത്രോപ്പിസ്റ്റ് എന്നാണ് കേട്ടോ. ഫിലാൻത്രോപ്പിസ്റ്റ് എന്നാണ്. PYQ ആണ്, SCRT ആണ്. പഠിച്ചു വെക്കുക. എ പേഴ്സൺ ഹു ഹെൽപ്സ് അതേഴ്സ് എസ്പെഷ്യലി ത്രൂ ചാരിറ്റബിൾ വർക്ക്സ് ഓർ ഡൊണേഷൻസ് ഓഫ് മണി, പണം നൽകിക്കൊണ്ട്, പണം ഒരു ധർമ്മമായിട്ട് നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ ചാരിറ്റബിൾ വർക്ക്സിലൂടെ മറ്റൊരാളെ സഹായിക്കുന്ന ആളുകളെ നമ്മൾ ഫിലാൻത്രോപ്പിസ്റ്റ് എന്ന് പറയുന്നു. മനുഷ്യ സ്നേഹികൾ എന്ന് നമുക്ക് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ മലയാളത്തിൽ പറയാം. എന്നാൽ അങ്ങനെ സഹായിക്കാത്ത, മനുഷ്യനോട് ഒരു പ്രതിബദ്ധതയും ഇല്ലാത്ത ആളുകളെ മിസ് ഫിലാൻത്രോപ്പിസ്റ്റ് എന്ന് പറയുന്നു കേട്ടോ. മിസ് ഫിലാൻത്രോപ്പിസ്റ്റ്, മനുഷ്യ സ്നേഹിയല്ലാത്ത, മനുഷ്യനെ സഹായിക്കാൻ കൂട്ടാക്കാത്ത ആളുകൾക്ക് നാം ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് മിസ് ഫിലാൻത്രോപ്പിസ്റ്റ് എന്നും പറയാറുണ്ട്. സെറ്റല്ലേ? കണ്ടില്ലേ? അതേ ചോദ്യം തന്നെയാണ് മറ്റൊരു തരത്തിൽ PSC ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ആദ്യം കണ്ട ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? ഡെഫിനിഷൻ തന്നിട്ട് അത് എന്താണ് എന്ന് ചോദിച്ചിട്ടായിരുന്നു. ഇവിടെ വൺ വേർഡ് തന്നിട്ട് അതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എങ്ങനെ വരും, ഒരു സെൻറ്റൻസ് ആയിട്ട് എങ്ങനെ വരും എന്ന ചോദ്യമാണ്. ഫിലാൻത്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ? അപ്പോൾ നമ്മൾ പറഞ്ഞു മനുഷ്യ സ്നേഹിയാണ് എന്നൊറ്റ വാക്കിൽ നമുക്ക് പറയാം. വൺ ഹു ലവ് മാൻകൈൻഡ്, മനുഷ്യനെ സ്നേഹിക്കുന്ന ആളാണ് ഫിലാൻത്രോപ്പിസ്റ്റ്. എന്നാൽ മനുഷ്യനെ സ്നേഹിക്കാത്ത ആളുകളെ നമ്മൾ എന്ത് പറയും? മിസ് ഫിലാൻത്രോപ്പിസ്റ്റ് എന്ന് പറയും. മിസ് ഫിലാൻത്രോപ്പിസ്റ്റ് എന്ന് നമ്മൾ പറയുന്നു. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യമാണ്, ഞാൻ ഓപ്ഷൻസിൽ എല്ലാം പറയുന്നില്ല, നമ്മൾ അതാത് ക്വസ്റ്റ്യനും ഉത്തരവും മാത്രം പറഞ്ഞു പോവുകയാണ് കേട്ടോ. ദെൻ വാട്ട് ഈസ് എ പേഴ്സൺ കാൾഡ് വെൻ ഹി ഈസ് റിക്കവറിങ് ഫ്രം ആൻ ഇൽനസ്, അസുഖത്തിൽ നിന്നൊരാൾ വീണ്ടെടുത്തു, അഥവാ രോഗിയായിരുന്നു, രോഗമുക്തി നേടിക്കൊണ്ട് ആരോഗ്യവാനായി. അങ്ങനെ ആളെ നാം എന്ത് പറയും? നമ്മൾ രോഗവിമുക്തൻ എന്ന് പറയുന്നത് പോലെ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? അസുഖത്തിൽ നിന്നൊരാൾ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തിട്ടുണ്ട് എങ്കിൽ അയാളെ നമ്മൾ പറയുന്നത് കോൺവാലസെന്റ് എന്നാണ് കേട്ടോ. കോൺവാലസെന്റ് നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ ഇനി നിങ്ങളുടെ കൂട്ടുകാർ അസുഖമായിട്ട് കിടക്കുന്ന സമയത്ത് അങ്ങോട്ട് ചെന്നിട്ട് പറയുക, എത്രയും പെട്ടെന്ന് കോൺവാലസെന്റ് ആകട്ടെ, ആരോഗ്യവാനാകട്ടെ എന്ന് പറയുന്നതിന് പകരം രോഗവിമുക്തനാകട്ടെ, കോൺവാലസെന്റ് ആകട്ടെ എന്ന് പറയാം. പറയുമ്പോൾ അതിൻ്റെ ആ ഒരു സ്ട്രെസ് ഇൻറ്റർനേഷനൊക്കെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അവർ തെറ്റിദ്ധരിക്കും. ഞാനല്ല നിരപരാധി, നീയാടാ നിരപരാധി എന്ന് തിരിച്ചു പറയുന്ന രീതിയിലേക്ക് ആയിപ്പോവും. അതുകൊണ്ട് പറയുമ്പോൾ ശ്രദ്ധിക്കുക, കോൺവാലസെന്റ് ആകട്ടെ എന്ന് വളരെ മയത്തിൽ പറയാം. അപ്പോൾ അവർക്ക് മനസ്സിലാവും പോസിറ്റീവ് ആയിട്ടുള്ള എന്തൊരു മീനിങ് ആണെന്നുള്ളത്. ദെൻ അടുത്തത് എപ്പിലോഗ്. എപ്പിലോഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു ലിറ്റററി വർക്കുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ്. ലിറ്റററി വർക്കിൽ ഒരു ആമുഖവും ഉണ്ടാകും, അതേപോലെ തന്നെ ഒരു ഉപസംഹാരവും ഉണ്ടാവും അല്ലേ? എപ്പിലോഗ് എന്ന് പറഞ്ഞാൽ ഇത്തരം രചനകളിലെ കൺക്ലൂഡിങ് പാർട്ടാണ് എപ്പിലോഗ് കേട്ടോ. എപ്പിലോഗ് എന്ന് പറഞ്ഞാൽ
കൺക്ലൂഡിംഗ് പാർട്ട് ഓഫ് എ ലിറ്റററി വർക്ക്. ഒരു സാഹിത്യ രചനയിലെ അവസാന ഭാഗത്തെ നമ്മൾ എപ്പിലോഗ് എന്ന് പറയും. എന്നാൽ അതിൻ്റെ ആദ്യ ഭാഗത്തെ എന്ത് പറയും? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഞാൻ അതുകൂടി ഒന്ന് പറയാം. ഇൻട്രൊഡക്ടറി പാർട്ട് ഓഫ് എ ലിറ്റററി വർക്കിനെ പ്രൊലോഗ് എന്നാ പറയുക. ഈ പ്രോയിൽ തുടങ്ങുന്ന കാര്യങ്ങൾ എപ്പോഴും ബിഫോർ, മുന്നേ ഉള്ളത് എന്ന അർത്ഥത്തിന് വരുന്നതായിരിക്കും കേട്ടോ. പ്രോ എന്ന് പറഞ്ഞാൽ ഏൻഷ്യന്റ്, മുന്നേ ഉള്ളത് എന്ന അർത്ഥത്തിനാണ് വരുന്നത്. പ്രോ എന്ന പദം ഏൻഷ്യന്റ് അഥവാ മുന്നേ ഉള്ളത്, മുൻപുള്ളത് എന്ന അർത്ഥത്തിനാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഒരു പ്രോ ഉണ്ടല്ലോ അല്ലെ, 13 പ്രോ, പ്രോ മാക്സ് എന്നൊക്കെ പറയും. ആ പ്രോ എന്താണെന്നറിയോ? ആ പ്രോ ഒരു പക്ഷേ പ്രൊഫഷണൽ എന്നതിൻ്റെ ഷോർട്ട് ഫോം ആയിരിക്കാം കേട്ടോ. പ്രൊഫഷണൽ എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് നമ്മൾ മൊബൈലിലെ മോഡലിൽ നമ്മൾ കാണുന്നത്. അത് നമുക്കറിയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഞാനൊന്ന് ഓർത്തിരിക്കാൻ പറഞ്ഞതേ ഉള്ളൂ. പ്രോ എന്ന പദം കണ്ടാൽ മനസ്സിലാക്കുക ഒരു കാര്യത്തിന് മുന്നേ ഉള്ളത് എന്ന് സൂചിപ്പിക്കാനാണ്. സോ പ്രൊലോഗ് എന്ന് പറഞ്ഞാൽ ഒരു ലിറ്റററി വർക്കിന് മുന്നേ ഉള്ളത്. സെറ്റ് അല്ലേ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഹോർട്ടികൾച്ചറിസ്റ്റ്. ഇത് നിങ്ങൾ ബയോളജിയിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ബയോളജി എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ഹോർട്ടികൾച്ചറിസ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ ഹു ഗ്രോസ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്, പൂക്കളും അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്ന ആളുകളെ നമുക്ക് എന്ത് പറയാം? ഹോർട്ടികൾച്ചറിസ്റ്റ് എന്ന് പറയാം. കൾച്ചർ എന്ന് പറയുമ്പോൾ സംസ്കാരം എന്ന് ചിന്തിച്ചുകൊണ്ട് വൺ ഹൂ ഈസ് വെരി കൾച്ചേർഡ് എന്ന് പറയരുത്, അത് സിവിലൈസ്ഡ് ആണ് കേട്ടോ. വൺ ഹൂ ഈസ് വെരി കൾച്ചേർഡ്, വളരെയധികം കൾച്ചേർഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ സിവിലൈസ്ഡ്, പരിഷ്കൃതർ എന്നാ പറയുക. പരിഷ്കൃതർ, സിവിലൈസ്ഡ് എന്നാ പറയുക. വൺ ഹു ഗ്രോസ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് ആണ് ഹോർട്ടികൾച്ചറിസ്റ്റ്. സെറ്റ് അല്ലേ? കൃത്യമായിട്ട് മനസ്സിലാക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് അടുത്ത് വന്നിട്ടുള്ളത്, പെഡസ്ട്രിയൻ. നിങ്ങളും പെഡസ്ട്രിയൻ ആണ്, ഞാനും പെഡസ്ട്രിയൻ ആണ് കേട്ടോ. എല്ലാവരും പെഡസ്ട്രിയനാണ്. പെഡസ്ട്രിയൻ അല്ലാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ എന്താ പെഡസ്ട്രിയൻ? പെഡസ്ട്രിയൻ എന്ന് പറഞ്ഞാൽ വൺ ഹു വാക്സ് അലോങ് ദ സ്ട്രീറ്റ്. കാൽനടക്കാർ, തെരുവിലൂടെ നടക്കുന്ന ആളുകൾ കാൽനടക്കാരെയാണ്, കാൽനട യാത്രക്കാരെയാണ് പെഡസ്ട്രിയൻ എന്ന് പറയുന്നത്. നടന്നു പോകാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? ലോകത്തുള്ള എല്ലാവരും പെഡസ്ട്രിയനാണ്. അപ്പോൾ പെഡസ്ട്രിയൻ എന്ന് പറഞ്ഞാൽ കാൽനടക്കാരാണ്. വൺ ഹു വാക്സ് അലോങ് ദ സ്ട്രീറ്റ്. സെറ്റ് അല്ലേ? അപ്പോൾ അത് കൃത്യമായിട്ടും ഓർത്തിരിക്കുക. PSC ചോദിച്ചിട്ടുള്ളതാണ്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ളതൊക്കെ ചോദിക്കുമെന്ന് സംശയം വേണ്ട, ചോദിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടോ, വൺ ഹു ലവ്സ് മാൻകൈൻഡ്. ഇനി നിങ്ങൾക്ക് പറഞ്ഞൂടെ, മനുഷ്യ സ്നേഹിക്ക് നമ്മൾ എന്ത് പറയും? ഫിലാൻത്രോപ്പിസ്റ്റ് എന്താ പറയുന്നത്? നമ്മൾ പഠിച്ചതാണ് ഫിലാൻത്രോപ്പിസ്റ്റ്. കണ്ടോ, ഒരു തവണ PSC ഓപ്ഷനായിട്ട് ചോദിക്കുന്നത്, മറുതവണ PSCയുടെ ഉത്തരമായിരിക്കാം. അല്ലെങ്കിൽ ഒരു തവണ ഉത്തരമായിട്ട് ചോദിച്ചിട്ടുള്ളത്, കഴിഞ്ഞ ചോദ്യങ്ങളിലൊക്കെ ഉത്തരമായിട്ട് വന്നിട്ടുള്ള സാധനമാണ് വൺ ഹു ലവ്സ് മാൻകൈൻഡ്. ഇപ്പോൾ അത് വെറും ഒരു ഓപ്ഷനായിട്ട് മാത്രം മാറിയിരിക്കുകയാണ്. സോ അത് കൃത്യമായിട്ടും ഓർത്തിരിക്കുക. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ദ ഡോക്ടർ സെഡ് ദാറ്റ് ദ വൂണ്ട് ഓൺ ദ പേഷ്യൻസ് ഹെഡ് വാസ് വൺ ദാറ്റ് കുഡ് കോസ് ഡെത്ത്. രോഗിയുടെ തലയിലുള്ള പരിക്ക് രോഗകാരിയാണ്, രോഗകാരണമായതാണ്, അഥവാ അത്രയ്ക്ക് മാരകമാണ്. അപ്പോൾ രോഗകാരണമായിട്ടുള്ള പരിക്കിന് അല്ലെങ്കിൽ രോഗകാരണമാകുന്ന വസ്തുക്കളെ നാം എന്ത് പറയുന്നു? മനസ്സിലായോ? രോഗകാരണം, താങ്കളുടെ തലയിലെ പരിക്ക് വളരെയധികം പ്രശ്നമാണ്. എത്രത്തോളം? നിങ്ങൾക്ക് മരണ കാരണമാക്കാവുന്ന പരിക്കാണ്. അപ്പോൾ വൺ ദാറ്റ് വുഡ് കോസ് ഡെത്ത് എന്നതിൻ്റെ ഒറ്റപ്പദം ഫാറ്റൽ എന്നാണ് കേട്ടോ. സീരിയസ് എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമാണ്, കൂടുതൽ സീവിയർ ആണെന്ന് പറഞ്ഞാൽ ഗുരുതരമാണ് എന്ന അർത്ഥമേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് മൈൽഡ്, മോഡറേറ്റ്, സീവിയർ. ഇതാണ് നമ്മുടെ രോഗത്തിൻ്റെ ഒരു ഓർഡർ. ആദ്യം ചെറുതായിട്ട് തുടങ്ങും, പിന്നീട് ഒരു ആവറേജ് ലെവലിലേക്ക് വരുന്നു, പിന്നെ മാരകമാകുന്നു. എന്നാൽ ഈ മാരകമായതെല്ലാം മരണകാരണമാകണമെന്നില്ല. മരണകാരണം ആയതിനെ നമ്മൾ പറയുന്നത് ഫാറ്റൽ എന്നാണ് കേട്ടോ. ഫാറ്റൽ, മരണ കാരണം ആയത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ദെൻ അടുത്ത ചോദ്യം, ഫ്രാട്രിസൈഡ്. ഈ സൈഡിൽ അവസാനിക്കുന്ന പദങ്ങൾ, CID, സൈഡിൽ അവസാനിക്കുന്ന പദങ്ങൾ ആക്ട് ഓഫ് കില്ലിങ്ങിനെ സൂചിപ്പിക്കുന്നതാണ്. ആക്ട് ഓഫ് കില്ലിങ്, കൊലപാതകത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ആരെയാണ് കൊല്ലുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പല പേരുകളായിട്ട് മാറും. അപ്പോൾ സ്യൂയിസൈഡ് നമുക്ക് അറിയുന്ന ഒരു സാധനമാണ്. സ്യൂയിസൈഡ് എന്ന് പറഞ്ഞാൽ വൺ ഹു കിൽ വൺ സെൽഫ്, സ്വയം അയാളെ തന്നെ കൊല്ലുകയാണെങ്കിലാണ് സ്യൂയിസൈഡ്. അവസാനം സൈഡ് ഉണ്ടോ? അപ്പോൾ സൈഡിൽ അവസാനിക്കുന്നതെല്ലാം എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ആക്ട് ഓഫ് കില്ലിങ്ങിനെ സൂചിപ്പിക്കുന്നതാണ്. ദെൻ ഫ്രാട്രിസൈഡ് എന്ന് പറഞ്ഞാൽ
കില്ലിംഗ് ഓഫ് ബ്രദർ ആണ് കേട്ടോ. കില്ലിംഗ് ഓഫ് ബ്രദറിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫ്രാട്രിസൈഡ് എന്ന് പറയുക. കില്ലിംഗ് ഓഫ് ബ്രദർ ആണ് ഫ്രാട്രിസൈഡ്. കില്ലിംഗ് ഓഫ് ബ്രദർ അല്ലെങ്കിൽ സിസ്റ്ററിനെ കൊല്ലുന്നത് കേട്ടോ. സിസ്റ്ററിനെ കൊല്ലുന്നതിന് നമ്മൾ ഫ്രാട്രിസൈഡ് എന്ന് തന്നെ പറയാറുണ്ട്. അപ്പോൾ ബ്രദറിനെ അല്ലെങ്കിൽ സിസ്റ്ററിനെ കൊല്ലുന്നതിനെ നമ്മൾ ഫ്രാട്രിസൈഡ് എന്ന് പറയാറുണ്ട്. സെറ്റ് അല്ലേ? ദെൻ അടുത്ത ചോദ്യം, ഹി ഹാസ് എ കളക്ഷൻ ഓഫ് എ ലാർജ് ബുക്സ്. ഹി ഹാസ് എ ലാർജ് കളക്ഷൻ ഓഫ് ബുക്സ് അറ്റ് ഹോം. അയാളുടെ വീട്ടിൽ പുസ്തകത്തിന്റെ ഒരു ശേഖരം തന്നെയുണ്ട്. അപ്പോൾ എ കളക്ഷൻ ഓഫ് ലാർജ് ബുക്സ് അല്ലെ, ലാർജ് കളക്ഷൻ ഓഫ് ബുക്സിനെ നമ്മൾ എന്ത് പറയുന്നു? പുസ്തകങ്ങളുടെ കൂട്ടത്തെ നമ്മൾ ലൈബ്രറി എന്നാ പറയുന്നത്. വളരെ വളരെ വ്യക്തമായിട്ടുള്ള ചോദ്യമാണ്. ചില ആളുകൾ ചിന്തിക്കും ഇത്രയും സിമ്പിളായിട്ട് ചോദിക്കുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തെറ്റായിട്ടുള്ള ഉത്തരത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ PSC പലപ്പോഴും വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കാറുണ്ട് എന്ന് മനസ്സിലാക്കുക. എ ലാർജ് കളക്ഷൻ ഓഫ് ബുക്സ് മ്യൂസിയം അല്ല, അല്ലെങ്കിൽ ക്യൂരിയസ് അല്ല, ബുക്ക് ഷോപ്പ് അല്ല, അത് ലൈബ്രറി തന്നെയാണ്. നമുക്കറിയുന്നത് തന്നെയാണ്. ലൈബ്രറിയിൽ പോയിട്ടില്ലാത്തവരുണ്ടോ? ഉണ്ടാവില്ല. ദെൻ അടുത്ത ചോദ്യം, എ പേഴ്സൺ ഹു പേസ് ടു മച്ച് റെസ്പെക്ട് ടു സോഷ്യൽ പൊസിഷൻ ആൻഡ് വെൽത്ത്. പണത്തിനും സാമൂഹിക പദവിക്കും ഒരുപാട് പരിഗണന അല്ലെങ്കിൽ ബഹുമാനം നൽകുന്ന ആൾ. ഓർ ഹു ഡിസ്പൈസ് പീപ്പിൾ ഓഫ് എ ലോവർ ക്ലാസ് പൊസിഷൻ, അല്ലെങ്കിൽ താഴെക്കിടയിലുള്ള സമ്പന്നരല്ലാത്ത ആളുകളെ വളരെ നിന്ദ്യമായിട്ട് അവരെ പുച്ഛത്തോടെ കാണുന്ന ആൾ. അപ്പോൾ ഉയർന്ന ആളുകളെ വളരെ ആദരവോടുകൂടിയും കുറച്ച് ലോ ക്ലാസ് ആയിട്ടുള്ള ആളുകളെ പുച്ഛത്തോടെയും കാണുന്ന ആളുകളെ നാം എന്താണ് പറയുന്നത്? സ്നോബ് ആണ് കേട്ടോ. സ്നോബിഷ് എന്നൊക്കെ പറയും. അത് തികച്ചും തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ് അല്ലെ, തികച്ചും തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. അപ്പൊ സ്നോബ് എന്ന് പറഞ്ഞാൽ ഒരാൾ എന്ത് ചെയ്യുന്നു? സമ്പന്നരെ മാത്രം പരിഗണിക്കുന്നു, സമ്പന്നതയുള്ള ആളുകളോട് മാത്രം സ്നേഹത്തോടെ ബഹുമാനത്തോടെ പെരുമാറുന്നു, അല്ലാത്ത ആളുകളെ പുച്ഛഭാവത്തിൽ കാണുന്നു. അതിനെ നമ്മൾ സ്നോബ് എന്നാണ് പറയുക. നമ്മൾ ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. ദെൻ അടുത്തൊരു ചോദ്യമാണ് ആൻ അൺമാരീഡ് വുമൺ. ഇത് മറ്റൊരർത്ഥത്തിൽ നമ്മൾ സിനോണിമിൽ നോക്കിയിട്ടുണ്ട്. ആൻ അൺമാരീഡ് മാൻ ആണെങ്കിൽ ബാച്ചിലർ ആണ്, വുമൺ ആണെങ്കിൽ സ്പിൻസ്റ്റർ ആണ് അല്ലേ. അപ്പോൾ വിവാഹം പ്രായം എത്തിയിട്ടും വിവാഹം കഴിക്കാത്ത പുരുഷനെ നമ്മൾ ബാച്ചിലർ എന്ന് പറയുന്നു, സ്ത്രീയാണെങ്കിൽ നമ്മൾ സ്പിൻസർ എന്ന് പറയുന്നു. എന്നാൽ ഭർത്താവ് മരിച്ചിട്ടുള്ള സ്ത്രീക്ക് നമ്മൾ എന്താ പറയുക? വിഡോ എന്നാണ് അല്ലെ. ഭർത്താവ് മരിച്ചു അല്ലെ, ഹസ്ബൻഡ് ഡെഡ് ആയിട്ടുണ്ട്. ഹസ്ബൻഡ് മരിച്ചിട്ടുള്ള സ്ത്രീ അല്ലെ, ഹസ്ബൻഡ് മരിച്ചിട്ടുള്ള സ്ത്രീ ആണെങ്കിൽ വിഡോ എന്നും, എന്നാൽ ഭാര്യ മരിച്ചിട്ടുള്ള പുരുഷനെ വിഭാര്യൻ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും അല്ലേ. അപ്പോൾ വിധവയ്ക്ക് വിഡോ എന്നും വിഭാര്യന് വിഡോവർ എന്നും പറയും. സെറ്റ് അല്ലേ? സോ അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. ബിബ്ലിയോഫൈലിന്റെ മീനിങ് എന്താണ് എന്നതാണ് അടുത്തത്തെ ചോദ്യം. അപ്പോൾ ബിബ്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നതിന് മുന്നേ ഈ ഒരു വേർഡിൽ രണ്ട് ഭാഗമുണ്ട്. ഫൈൽ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തോട് സ്നേഹം ഉണ്ടാകുന്ന ആൾ തന്നെയാണ്. ഒരു കാര്യത്തോട് നമുക്ക് അമിതമായിട്ടുള്ള സ്നേഹമുണ്ട് എങ്കിൽ അങ്ങനെ സ്നേഹിക്കുന്ന ആളെ നമ്മൾ ഫൈൽ എന്ന് പറയുന്നു. ദെൻ ബിബിലിയോ എന്ന് പറയുന്നത് പുസ്തകത്തെ സൂചിപ്പിക്കുന്ന പദത്തിനാണ് ബിബിലിയോ എന്ന് പറയുന്നത് കേട്ടോ. പുസ്തകത്തെ സൂചിപ്പിക്കുന്ന പദത്തിനാണ് ബിബിലിയോ എന്ന് പറയുന്നത്. സോ വൺ ഹു ലവ്സ് ബുക്സ് ആണ് ഉത്തരം. എന്തല്ല, ഇവിടെ എ ആണ് കൊടുത്തിട്ടുള്ളത്, അതല്ല കേട്ടോ. വൺ ഹു ലവ്സ്, ബൈബിൾ അല്ല, ബുക്സ് ആണ്. ബൈബിൾ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ദ ബുക്ക് എന്നാണ് അല്ലെ. ബൈബിൾ എന്ന പദത്തിന്റെ അർത്ഥം ദ ബുക്ക് എന്നാണ്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ബിബ്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ പുസ്തകത്തെ നന്നായിട്ട് സ്നേഹിക്കുന്ന ആൾ എന്ന അർത്ഥത്തിനാണ്. then അടുത്ത ചോദ്യം, ദ മർഡർ ഓഫ് ആൻ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഫോർ പൊളിറ്റിക്കൽ റീസൺസ്. രാഷ്ട്രീയ കാരണത്തിന് വേണ്ടി ഒരു പ്രധാനപ്പെട്ട ആളെ കൊല്ലുന്ന പ്രവൃത്തിയെ എന്ത് പറയും? നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു, കൊലപാതകത്തെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ് സൈഡിൽ അവസാനിക്കുന്നത്. സോ ഒരു രാഷ്ട്രീയ കൊലപാതകത്തെ നമ്മൾ പറയുന്നത് അസാസിനേഷൻ ആണ് അല്ലേ. രാഷ്ട്രീയ കൊലപാതകത്തെ നമ്മൾ പറയുന്നത് അസാസിനേഷൻ ആണ്. അപ്പോൾ അങ്ങനെ സൈഡിൽ അവസാനിക്കാത്തതും വരാറുണ്ട്. അസാസിനേഷൻ കോമൺലി എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പൊ ഇന്ദിരാഗാന്ധിയെ വധിച്ചു എന്ന് പറയാൻ നമ്മൾ എന്താ പറയാ? ഷി വാസ് അസാസിനേറ്റഡ് എന്ന. രാഷ്ട്രീയ കൊലപാതകം നടന്നു. അപ്പൊ രാഷ്ട്രീയ കൊലപാതകത്തെ സൂചിപ്പിക്കാൻ അസാസിനേഷൻ എന്ന് യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ രാജാവിനെ കൊല്ലുമ്പോൾ റെജിസൈഡ് എന്ന് പറയും കേട്ടോ. രാജാവിനെ കൊല്ലുന്ന സമയത്ത് റെജിസൈഡ് എന്ന് പറയും. രാജാവിനെയാണ് കൊല്ലുന്നത് എങ്കിൽ, രാജാവിനെ കൊല്ലുകയാണെങ്കിൽ റെജിസൈഡ് എന്ന് പറയും.
ഇനി മനുഷ്യനെ കൊല്ലുകയാണെങ്കിൽ നരഹത്യക്ക് നമ്മൾ പറയുന്നത് ഹോമിസൈഡ് ആണ് കേട്ടോ. നരഹത്യക്ക് നമ്മൾ പറയുന്നത് ഹോമിസൈഡ് ആണ്. സെറ്റല്ലേ? അത് രണ്ടു കൂടി ഓർത്തിരിക്കുക. ദെൻ അടുത്ത ചോദ്യമാണ്, എ കാർട്ടോഗ്രാഫർ മേക്സ്. ഒരു കാർട്ടോഗ്രാഫർ എന്താണ് ഉണ്ടാക്കുന്നത്? അപ്പോൾ ഗ്രാഫർ എന്ന് പറയുന്നത് ഒരു കാര്യത്തെ നിർമ്മിക്കുന്ന എന്ന അർത്ഥത്തിനാണ് ഗ്രാഫർ യൂസ് ചെയ്യുക അല്ലെ. ഫോട്ടോ നിർമ്മിക്കുന്ന ആളെ ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്നത് പോലെ. അതേപോലെ കാർട്ടോ എന്ന് പറയുന്നത് മാപ്പിനെ സൂചിപ്പിക്കാനാണ്. അപ്പോൾ കാർട്ടോഗ്രാഫർ എന്ന് പറഞ്ഞാൽ മാപ്പിനെ നിർമ്മിക്കുന്ന ആള്. സെറ്റല്ലേ? അപ്പൊ ഗ്രാഫർ എന്നത് മേക്കറിനെ സൂചിപ്പിക്കാനാണ്. കാർട്ടോ എന്ന് പറയുന്നത് മാപ്പിനെ സൂചിപ്പിക്കാനാണ്. കാർട്ടോഗ്രഫി എന്ന് പറഞ്ഞാൽ മാപ്പ് ഉണ്ടാക്കുന്ന ആർട്ടിനെ കുറിച്ചാണ് നമ്മൾ കാർട്ടോഗ്രഫി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കാർട്ടോഗ്രാഫർ എന്ന് പറഞ്ഞാൽ മാപ്പ് നിർമ്മിക്കുന്ന ആൾ. സെറ്റല്ലേ? ദെൻ അടുത്ത ചോദ്യം, സിഡോണിം. നമ്മൾ പ്രശസ്തരായിട്ടുള്ള ആളുകളെ കുറിച്ച് വായിക്കുന്ന സമയത്ത് അയാളുടെ സിഡോണിം ഇന്നതാണ് എന്ന് പറയാറുണ്ട്. സിഡോണിം എന്ന് പറഞ്ഞാൽ അപരനാമം എന്നാണ് കേട്ടോ. അപരനാമം, ഫാൾസ് നെയിം കേട്ടോ. ഫാൾസ് നെയിം എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള പേരെന്നല്ല, അപരനാമം എന്ന അർത്ഥത്തിനാണ് നമ്മൾ ഫാൾസ് നെയിം യൂസ് ചെയ്യുന്നത് കേട്ടോ. ഫാൾസ് നെയിം എന്ന് പറഞ്ഞാൽ അപരനാമമാണ്. സെറ്റല്ലേ? പിന്നെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സ്റ്റാറ്റ്യൂട്ടറി കേട്ടോ. സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അഥവാ നിയമാനുസൃതമായിട്ടുള്ളത് എന്നാണ് സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ്. ഇപ്പോൾ സിഗരറ്റ് സ്മോക്കിംഗ് എന്നുള്ളത് സിഗരറ്റ് കേസിന്റെ മുകളിൽ സിഗരറ്റ് സ്മോക്കിംഗ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് കൊടുക്കണം. അതൊരു സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് ആണ്. നിയമാനുസൃതമായിട്ടുള്ള മുന്നറിയിപ്പാണ്. അങ്ങനെ കൊടുത്തേ മതിയാവുക. അതുകൊണ്ടാണ് അവരത് കൊടുക്കുന്നത്. അപ്പോൾ കൺട്രോൾഡ് ബൈ ലോ എന്നാണ് അർത്ഥം. നിയമാനുസൃതമായത്. സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞാൽ നിയമാനുസൃതമായിട്ടുള്ളത്. അങ്ങനെ ഒരു നിയമം ഇല്ലായിരുന്നെങ്കിൽ അവരത് കൊടുക്കില്ലായിരുന്നു. അപ്പോൾ അത് നിയമമാണ്. നിങ്ങളൊരു സിഗരറ്റ് വിൽക്കുകയാണെങ്കിൽ അതിന്റെ കവറിൽ ഈ ഒരു മുന്നറിയിപ്പ് കൊടുക്കണം എന്നുള്ളത് സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് ആണ്. നിയമാനുസൃതമായിട്ടുള്ള മുന്നറിയിപ്പാണ്. അപ്പോൾ നിയമം അങ്ങനെ ഉള്ളത് കൊണ്ട് മാത്രമാണ് അവരങ്ങനെ ചെയ്യുന്നത്. സെറ്റല്ലേ? അതേപോലെ സിനിമാ പോസ്റ്ററുകൾക്ക് സിനിമ തുടങ്ങുന്നതിന് മുന്നേ ആ ഒരു പരസ്യം കാണിക്കണമെന്നുള്ളത് സ്റ്റാറ്റ്യൂട്ടറിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. സിനിമയിൽ മദ്യപിക്കുന്ന സമയത്ത് അവിടെ വാർണിംഗ് കൊടുക്കണം എന്നുള്ളത് അത് സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് ആണ്. നിയമം അനുസൃതമായിട്ട്, നിയമം അനുശാസിക്കുന്ന കാര്യമായതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. സെറ്റല്ലേ? ദെൻ അടുത്ത ചോദ്യം, എ പേഴ്സൺ ഹു സാക്രിഫൈസ് ഹിസ് ലൈഫ് ഫോർ എ കോസ്. ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി മരണം വരിക്കുന്ന ആൾ, അതായത് ജീവിതം ത്യജിക്കുന്ന ആൾ, അല്ലെ ജീവത്യാഗം ചെയ്യുന്ന ആൾ. ഇപ്പം ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യുന്ന ആളിനെ നമ്മൾ രക്തസാക്ഷി അഥവാ മാർട്ടയർ എന്നാ പറയുക അല്ലെ. ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി സ്വന്തം ജീവനെ ത്യജിക്കുന്ന ആളെ നമ്മൾ രക്തസാക്ഷി എന്ന് പറയുന്നു. പാട്രിയോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? രാജ്യസ്നേഹിയാണ് അല്ലെ. ലവ് നാഷൻ, വൺ ഹു ലവ്സ് നാഷൻ. സ്വന്തം രാജ്യത്തെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആളെയാണ് നമ്മൾ പാട്രിയോട്ട് എന്ന് പറയുക. മാട്രി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാരണം, അത് ഏതെങ്കിലും ഒരു ആദർശമാകാം, അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിന് വേണ്ടിയാകാം, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്കാകാം. അപ്പൊ ഏതെങ്കിലും ഒരു പ്രത്യേക കാരണത്തിന് വേണ്ടി ജീവൻ ത്യജിക്കുന്നു എങ്കിൽ അയാളെ നമ്മൾ രക്തസാക്ഷി എന്ന് പറയുന്നു. അപ്പൊ രാജ്യത്തിന് വേണ്ടി മരിക്കുന്നവർ മാത്രമല്ല, ചിലപ്പോൾ പാർട്ടിക്ക് വേണ്ടി മരിക്കുന്നവരെ നമ്മൾ എന്ത് പറയും? രക്തസാക്ഷി എന്ന് പറയും. അപ്പൊ ഏതെങ്കിലും കാരണത്തിന് വേണ്ടി, ഒരു പ്രത്യേക കാരണത്തിന് വേണ്ടി ജീവൻ ബലി നൽകുന്ന ആളുകളെ നമ്മൾ രക്തസാക്ഷി എന്നാണ് പറയുന്നത്. സെറ്റല്ലേ? റവല്യൂഷണറി എന്ന് പറഞ്ഞാൽ വിപ്ലവകാരിയാണ് കേട്ടോ. വിപ്ലവകാരിയാണ്. ദെൻ അടുത്ത ചോദ്യം, ദ സ്റ്റഡി ഓഫ് ദ ഒറിജിൻ ആൻഡ് ഹിസ്റ്ററി ഓഫ് വേർഡ്സ്. വാക്കുകളുടെ തുടക്കം, അതിന്റെ ചരിത്രം. വാക്കുകൾ വരുന്ന ഒരു വഴിയുണ്ട് അല്ലെ. ഓരോ വാക്കും എങ്ങനെയാണ് ഉണ്ടായത് എന്നതിന് കൃത്യമായിട്ടുള്ള ചരിത്രവും നാൾവഴികളും ഉണ്ട്. അതിനെ നമ്മൾ പറയുന്നത് എറ്റിമോളജി എന്നാണ് അല്ലെ. എറ്റിമോളജി എന്നാണ് കേട്ടോ. ഒരു വാക്ക് രൂപപ്പെടുന്ന ശാസ്ത്രത്തെ നമ്മൾ എറ്റിമോളജി എന്നാണ് പറയുന്നത്. ഇനി ചില ആളുകൾക്ക് ഫോണോട്ടിക്സ് ഒക്കെ സംശയം ഉണ്ടാകും. ഫോണോട്ടിക്സ് ഒക്കെ വാക്ക് ഉച്ചരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രങ്ങളാണ് കേട്ടോ. ഫോണോളജി ആയാലും ഫോണറ്റിക്സ് ആയാലും വാക്ക് ഉച്ചരിക്കുക, പ്രൊനൗൺസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട സയൻസ് ആണ്. നമ്മൾ അതിലേക്ക് ചോദ്യാനുസൃതമായിട്ട് നമ്മൾ എത്തുന്നതാണ്. അപ്പൊ എറ്റിമോളജി എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് എങ്ങനെ ഉണ്ടാകുന്നു, ഒരു വാക്കിന് എങ്ങനെ വ്യത്യാസം വരുന്നു എന്നതിനെ കുറിച്ചുള്ള പഠനമാണ്. സെറ്റല്ലേ? ദെൻ അടുത്ത ചോദ്യം, ഡാഷ് മീൻസ് ടു ലീവ് വൺസ് കൺട്രി വിത്ത് എ വ്യൂ ടു സെറ്റിംഗ് ഇൻ എ ഫോറിൻ കൺട്രി. ഒരാൾ എന്ത് ചെയ്യാണ്? അയാളുടെ സ്വന്തം രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്ത് സ്ഥിര താമസത്തിന് വേണ്ടി പോവുകയാണ്, അല്ലെങ്കിൽ താൽക്കാലിക താമസത്തിന് വേണ്ടി പോവുകയാണ്. അയാളെ കുറിച്ച് നമ്മൾ പറയുന്നത് എമിഗ്രേറ്റ് ആണ് കേട്ടോ. എമിഗ്രേറ്റ് ആണ്. അപ്പോൾ സ്വന്തം രാജ്യം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ആൾ,
അപ്പോൾ കേരളം വിട്ട് ഇപ്പോൾ ഞാൻ കേരളം വിട്ട് മറ്റൊരു യൂറോപ്യൻ കൺട്രിയിലേക്ക് താമസിക്കാൻ വേണ്ടി പോവുകയാണ്, എന്നാൽ ഞാൻ എമിഗ്രേറ്റ് ആണെന്ന് പറയും, എമിഗ്രേറ്റ്. ഇനി ഇതേ എന്നെ തന്നെ മറ്റൊരാൾ നോക്കിയിട്ട് പറയാണ്, ഇപ്പോൾ ഒരു യൂറോപ്യൻ നോക്കിയിട്ട് പറയാണ് അയാൾ സ്വന്തം രാജ്യം വിട്ട് എൻ്റെ രാജ്യത്തേക്ക് വരുന്നു എന്ന് അയാളുടെ കണ്ണിൽ നോക്കി പറയുമ്പോൾ അയാളെ സംബന്ധിച്ച് ഞാൻ ഇമിഗ്രേറ്റ് ആണ് കേട്ടോ. അയാളുടെ കണ്ണിൽ ഞാൻ ഇമിഗ്രേറ്റ് ആണ്. കാരണം വേറൊരു സ്ഥലം വിട്ട് അയാളുടെ രാജ്യത്തേക്കാണ് ഞാൻ താമസിക്കാൻ വരുന്നത്, അപ്പോൾ അയാളുടെ അടുക്കൽ ഞാൻ ഇമിഗ്രേറ്റ് ആണ്. എന്നാൽ എൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ ഞാൻ എൻ്റെ രാജ്യം വിട്ട് മറ്റൊരു സ്ഥലത്ത് താമസിക്കാൻ പോവുകയാണ്, ഞാനപ്പോൾ എമിഗ്രേറ്റ് ആണ് കേട്ടോ. എമിഗ്രേറ്റ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ കൺഫ്യൂസിങ് വേർഡ്സിൻ്റെ അവിടെ ഞാൻ കുറച്ചുകൂടി അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. സെറ്റ് അല്ലേ? ദെൻ അടുത്ത ചോദ്യമാണ്, ഇഫ് സംബഡി ഗീവ്സ് യു എ റെമഡി വിച്ച് ഈസ് സപ്പോസ് ടു ക്യൂർ ഓൾ ഡിസീസസ് യു വിൽ കോൾ ഇറ്റ്. ഏത് അസുഖത്തിനും ശമനമായിട്ട് നിങ്ങൾക്കൊരു മരുന്ന് തരുന്നു, ഏത് അസുഖം ഉണ്ടെങ്കിലും ഈ മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞൊരു മരുന്ന് തന്നാൽ ആ മരുന്നിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയും? മലയാളത്തിൽ നമ്മളതിനെ ഒറ്റമൂലി എന്നാ പറയുക അല്ലെ. ഏത് അസുഖത്തിനും ഈ ഒരു മരുന്ന് മതി. ചില തൈലമൊക്കെ വിൽക്കാൻ വരുന്ന ആൾ പറയും നിങ്ങൾക്ക് നടുവേദന ഉണ്ടായാൽ ഇത് നടുവിൽ പുരട്ടിയാൽ മതി, തലവേദന ഉണ്ടാകുകയാണെങ്കിൽ തലയിൽ പുരട്ടിയാൽ മതി, ജലദോഷം ഉണ്ടാവുകയാണെങ്കിൽ അത് കുറച്ച് വെള്ളത്തിൽ ഒഴിച്ച് ആവി പിടിച്ചാൽ മതി, പനി ഉണ്ടാവുകയാണെങ്കിലും അങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ പറയും. ഏത് അസുഖത്തിനും ഈ ഒരു മരുന്ന് മതി, അഥവാ ഒറ്റമൂലി എന്ന് പറയും. ആയുർവേദത്തിലാണ് സാധാരണ അത് ഉണ്ടാവുക. ഒറ്റമൂലിയുടെ ഇംഗ്ലീഷ് ഓപ്ഷൻ ഡി ആണ്, പനാക്കിയ എന്നാണ് കേട്ടോ. പനാക്കിയ, ഒറ്റമൂലി, പനാക്കിയ എന്നാണ് ഒറ്റമൂലി. സെറ്റ് അല്ലേ? ദെൻ അടുത്ത ചോദ്യം, നോട്ടീസ് ഓഫ് എ പേഴ്സൺസ് ഡെത്ത് എസ്പെഷ്യലി ഇൻ ന്യൂസ് പേപ്പർ. പത്രത്തിൽ ഒരാളുടെ മരണത്തെക്കുറിച്ച് വരുന്ന ആ ഒരു കുറിപ്പ് അഥവാ ചരമക്കുറിപ്പ്. ചരമക്കുറിപ്പിന്റെ ഇംഗ്ലീഷ് ഒബീറ്റുറി എന്നാണ്. ആൻ ഒബീറ്റുറി എന്നാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്, ആൻ ഒബീറ്റുറി എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. സെറ്റ് അല്ലേ? അപ്പോൾ ചരമക്കുറിപ്പിനെ നമ്മൾ എന്ത് പറയുന്നു? ഒബീറ്റുറി എന്ന് പറയുന്നു. ഒബീറ്റുറി എന്ന് പറയുന്നു. ദെൻ അടുത്തതായിട്ട്, ദ വൺ വേർഡ് ഫോർ നോ ലോങ്ങർ യൂസ്ഡ് ഈസ്. ഇപ്പോൾ ഉപയോഗത്തിലില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്ന, ഇപ്പോൾ ഉപയോഗത്തിലില്ല, പണ്ടെപ്പോഴോ ഉപയോഗിച്ചിരുന്നു, ഇപ്പോൾ ഉപയോഗത്തിലില്ല എന്ന് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ഒബ്സലീറ്റ്. അബ്സല്യൂട്ട് അല്ല, ഒബ്സലീറ്റ്. അപ്പോൾ പണ്ട് ഉപയോഗത്തിലുണ്ടായിരുന്നു, അപ്പോൾ ഒരു കാര്യം പണ്ട് ഉപയോഗത്തിലുണ്ടായിരുന്നു, നിലവിൽ ഉപയോഗത്തിലില്ല, നിലവിൽ അത് ഉപയോഗത്തിലില്ല എന്ന് സൂചിപ്പിക്കാൻ ഒബ്സലീറ്റ് എന്ന പദമാണ് കേട്ടോ. ഒബ്സലീറ്റ്. അബ്സല്യൂട്ട് അല്ല. അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ തികച്ചും എന്നാണ് അല്ലേ. ഏൻഷ്യന്റ് എന്ന് പറഞ്ഞാൽ പുരാതനം. ഓറിയന്റൽ എന്ന് പറഞ്ഞാൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതിനാണ് ഓറിയന്റൽ. വെസ്റ്റേൺ എന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് ഓറിയന്റൽ അല്ലേ. വെസ്റ്റേൺ എന്ന് പറഞ്ഞാൽ പാശ്ചാത്യർ എന്നാണ്. ഓറിയന്റൽ എന്ന് പറഞ്ഞാൽ എന്താ? പൗരസ്ത്യ ദേശവുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ഒബ്സലീറ്റ് എന്ന് പറഞ്ഞാൽ നോ ലോങ്ങർ യൂസ്ഡ്, ഉപയോഗത്തിലില്ലാത്ത കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോ ലോങ്ങർ യൂസ്ഡ്, ഒബ്സലീറ്റ് എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളൊരു 22 അല്ലെങ്കിൽ ഒരു 25 വൺ വേർഡ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ടും ഓർത്തിരിക്കുക. നമ്മുടെ പരീക്ഷകളിൽ ഈ അടുത്ത് ചോദിച്ചിട്ടുള്ള വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. കുറച്ചധികം പദങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരേക്കും വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.